ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നമ്മുടെ കൂടെ കരിയർ ജേണി ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. സഫ എന്നാണ് ടീച്ചറുടെ നെയിം. ടീച്ചർ നമ്മുടെ HBAT ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, അതുപോലെ മാസ്റ്ററിങ് IGA ലെവൽ ഇംഗ്ലീഷ്. ടീച്ചർക്ക് നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ കരിയർ ജേണി പോലെയല്ല. ഇതുവരെ ഉള്ളതൊക്കെ നമുക്ക് മാൽദീവ്സ്, അതല്ലെങ്കിൽ ദുബായ്, സൗദി അറേബ്യ, ഖത്തർ, ഇങ്ങനെ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു. നമ്മുടെ സഫക്ക് കിട്ടിയിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ്. സാലറി ഒക്കെ ഡോളറിലാണ് ടീച്ചർക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി കാര്യം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് സഫനെ കൊണ്ട് പറയാനുള്ളത്, നല്ല ഹാർഡ് വർക്കറാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതും സഫക്ക് ഇത്ര പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി നമുക്ക് സഫനിൽ നിന്ന് ചോദിക്കാം. സഫ, കരിയർ ജേണി ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. ഐ നോ യു ആർ വെരി ബിസി, ട്രാവലിങ്ങിനുള്ള തിരക്കൊക്കെയാണെന്ന് അറിയാം. ഒന്ന് പറയൂ. ഓക്കെ, ഹലോ ഓൾ. എസ്പെഷ്യലി ഐ എം വെരി ഹാപ്പി. കാരണം ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. ഞാൻ ഒരുപാട് വർഷമായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ നാട് മലപ്പുറമാണ്. പിന്നെ 14 വർഷമായിട്ട് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്. MA ഇംഗ്ലീഷ് BEd ആണ് എന്റെ ക്വാളിഫിക്കേഷൻ. ഇപ്പോ പൊതുവെ ഞാൻ ഒരുപാട് വർഷമായിട്ട് നാട്ടിൽ തന്നെ അങ്ങനെ വേറൊരു വേൾഡിലേക്ക് ഇന്റർനാഷണൽ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു എന്താ പറയാ PSC എഴുതി അല്ലെങ്കിൽ ഒരു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്ന ആഗ്രഹത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് എന്റെ ജേർണി. അപ്പൊ ഞാൻ PSC എഴുതുന്നു, PSC ലിസ്റ്റിലെ കോളേജിയറ്റ് ലിസ്റ്റിലുണ്ട് ഞാന്. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഒരുപാട് കോച്ചിങ് ചെയ്തിട്ടുണ്ട്, നെറ്റിന്റെയും സെറ്റും കേട്ടിട്ടും അതുപോലെ CUT അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയാ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് എന്താ പറയാ നാട്ടിൽ എനിക്ക് എന്തോ ഒരു മടുപ്പ് വരാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയാ ഈ കോവിഡിന് ശേഷം കുഴപ്പമില്ല, പക്ഷെ കോവിഡിന് ശേഷം എനിക്ക് എന്തോ ഒരു എന്താ പറയാ ഇവിടെ നിന്നൊരു ഇന്റർനാഷണൽ ടീച്ചർ ആവാനൊക്കെ ഒരു ആഗ്രഹം ചെറിയ രീതിയിൽ, പക്ഷെ ഞാൻ അതിലേക്ക് മൂവ് ചെയ്യാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. നാട്ടിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോബ്, അതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അങ്ങനെയായിരുന്നു എന്റെ മൈൻഡ് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ എപ്പോഴോ ഇന്റർനാഷണൽ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിനെ കുറിച്ചൊക്കെ പുറത്ത് ഇപ്പൊ ഗൾഫിലൊക്കെ അങ്ങനെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ ഉണ്ട്, അവിടെ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ക്വാളിഫിക്കേഷൻസും അത്രയൊന്നും വേണ്ട, ഡിഗ്രി ഒക്കെ മതി, അങ്ങനെയൊക്കെ പല എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെ പോവേണ്ടത് മൂവ് ചെയ്യേണ്ടത്. അതൊക്കെ ഇങ്ങനെ കേൾക്കും, നമ്മളൊരു രസം പോലെ കേൾക്കും, അതങ്ങോട്ട് വിടും, അങ്ങനെയായിരുന്നു. പിന്നെ ഈ അടുത്തായിട്ടാണ് ഞാൻ വെറുതെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഗൾഫിലുള്ള കുറച്ച് സ്കൂൾസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത സമയത്താണ് മുനിറ മാമിന്റെ ക്ലാസ് ഞാൻ കാണുന്നത്. അങ്ങനെ യൂട്യൂബിലൂടെയാണ് ഞാൻ മുനിറ മാമിന്റെ ക്ലാസ് കാണുന്നതും മേജൂസ് പാർക്ക് എന്താണെന്ന് ഞാൻ അറിയുന്നതും. അപ്പൊ അതിലുള്ള ഓരോ വീഡിയോസ് കാണുന്ന സമയത്തും എനിക്കിങ്ങനെ എന്താ പറയാ മോട്ടിവേഷന്, ഇൻസ്പിറേഷൻ ഇങ്ങനെ എനിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കും തോന്നി നമുക്കും പറ്റുന്നുണ്ടാകും ഒരു ഇന്റർനാഷണൽ ടീച്ചർ ആവാൻ. ഇപ്പൊ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ഞാൻ ഈ ക്ലാസ് ഒക്കെ നന്നായിട്ട് എടുക്കും, നല്ല ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് നന്നായിട്ട് എടുക്കുമെന്ന് പറയുന്നത്. കാരണം ഇത്രയും കാലം എനിക്ക് ഒരു മോശം ഫീഡ്ബാക്ക് വന്നിട്ടില്ല. വർക്ക് ചെയ്യും, നന്നായിട്ട് ഹാർഡ് വർക്ക് ഞാൻ ചെയ്യാറുണ്ട്. PSC ഒക്കെ ഞാൻ അത്രയും ഇതാക്കി കിട്ടിയതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞറിയാലോ, ഗവൺമെന്റ് ജോബിന് വേണ്ടി എത്രയോ പേര് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ നമുക്ക് ജോലി കിട്ടൂല. കുറച്ച് നിയമനം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ കഴിവുള്ള ആളുകൾ, എസ്പെഷ്യലി മലബാർ ഏരിയയില്. പക്ഷെ ഈ മലബാർ ഏരിയയിലെ ആളുകളുടെ പ്രശ്നം വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യും, സബ്ജക്ട് നോളജ് ഉണ്ടാവും, പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനോ നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇതിനെ കുറിച്ച് ബോധ്യതല്ല. നമ്മൾ ഈ കിണറ്റിൽ ഇങ്ങനെ തവള കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ കിണറ്റിന്റെ പുറത്തേക്ക് ഞാൻ ചാടിയത് പിന്നെ ഒരുപാട് പേര് അല്ലെങ്കിൽ കുറച്ച് പേര് എന്നൊക്കെ പറയാം. അതിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതാണ് മുനിറ മാം. കാരണം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും കിട്ടുമായിരിക്കും. ഞാനിപ്പോ നമ്മൾ ഇംഗ്ലീഷ് എടുക്കുമ്പോഴേ നമുക്ക് തോന്നും നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല, നമ്മൾ അത്ര ഫ്ലുവന്റ് അല്ല, നമുക്ക് പുറത്തൊന്നും പോയി എടുക്കാനുള്ള ഒരു കഴിവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാവർക്കും ഉണ്ടാകും. അത് എനിക്കും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ ഈ ബ്രിട്ടീഷിൽ അമേരിക്കയിലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ ഈ കരിയർ ജേർണി കാണുന്ന സമയത്ത് എനിക്കൊരു താല്പര്യം തോന്നി, എനിക്കും ആ കോഴ്സിനൊന്ന് വെറുതെ ജോയിൻ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ മാമിന്റെ ഫ്രീ ലൈവ് ക്ലാസ് കുറച്ച് ആഴ്ചകളോളം ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ആ കോഴ്സ് ഒന്ന് എടുക്കണം. എനിക്ക് അങ്ങനെ ഒരു HBAT, ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ ടീച്ചർ, അങ്ങനെ ഞാൻ ആ കോഴ്സിൽ ജോയിൻ ചെയ്തു.
സത്യം പറയട്ടെ, ഇത്രയും കാലം ഞാൻ ഒരുപാട് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി പ്രാക്ടിക്കൽ ആയിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 100% എനിക്ക് ഉറപ്പ് തരാവുന്ന ഒരു കോഴ്സാണ്. ഞാൻ അങ്ങനെ ഭയങ്കര പ്രൊമോഷൻ ആയിട്ട് പറയുന്നില്ല. എന്റെ ലൈഫിലെ ഇപ്പോഴത്തെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു സ്കൂളിലാണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോബിന് വേണ്ടി ഞാൻ വർഷങ്ങളോളം ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് കയറി പറ്റിയിട്ടില്ല. അത് എന്റെ അധ്വാനക്കുറവ് ഞാൻ പറയൂല. കാരണം ഒരിക്കലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാളല്ല. പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം. കൊളീജിയറ്റിൽ ഞാൻ ഇന്റർവ്യൂ നല്ല മാർക്ക് ഉണ്ട്, എനിക്ക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ട്, അതും ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു, PSC കമ്പ്യൂട്ടർ വാല്യൂഷൻ ആയിരുന്നു. എവിടെ പോയതെന്ന് വെച്ചാൽ PG വെയിറ്റേജ്. ഞാൻ 2009 PG ആണ്. അന്നത്തെ PGയുടെ മാർക്കും 2025 കുട്ടികളുടെ മാർക്കും കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂഷനൊക്കെ ഒരുപാട് മാറി, ഒരുപാട് പെർസെന്റേജ് കൂടിയിട്ടാണ് കുട്ടികൾക്ക് ഇപ്പൊ മാർക്ക് കിട്ടുന്നത്. നമ്മുടെ മാർക്കും ആ കുട്ടികളുടെ മാർക്കും ഒരേ കാറ്റഗറി പെടുത്തിയാൽ നമുക്ക് എങ്ങനെ കിട്ടാനാണ്? 10 മാർക്കിന്റെ 8 മാർക്കിന്റെ ഡിഫറൻസിലാണ് ഞാൻ PGയുടെ വെയിറ്റേജിന് ബാക്കോട്ട് പോയത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും കയറിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിന് മാത്രമേ ഞാൻ കുറ്റം പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ HBIT ജോയിൻ ചെയ്യുന്നു. പിന്നെ HBITന്റെ കോഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഞാൻ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കും, മാമിന് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്യാനൊരു ബുദ്ധി. അല്ല, ഞാൻ ആലോചിക്കുന്നത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, പക്ഷെ നമുക്കത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആ സ്കില്ല് ആ രീതിയിൽ അതിന്റെ ആ ഒരു മൊഡ്യൂൾ സെറ്റിങ്സും അതുപോലെ തന്നെ മാം ഓരോ ദിവസം വന്നിട്ട് നാളെ നിങ്ങൾ ടാസ്ക് ഇത് ചെയ്യണം എന്ന് പറയുന്നു, നമ്മളിത് കറക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് മൊഡ്യൂൾസ് ഒക്കെ തന്ന് നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഡെമോ ക്ലാസ് എടുക്കാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ. അത് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സംഭവമാണ്. കാരണം ഇന്റർനാഷണൽ ടീച്ചറാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. പുറത്തുനിന്ന് ഒരു ടീച്ചർ, ഇന്ത്യയിലല്ലാത്ത ഒരു മലയാളി അല്ലാത്ത ഇന്ത്യക്കാരനെ അല്ലാത്ത ഒരു ടീച്ചർ വന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അത് കണ്ടിട്ടുള്ളത്. എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എത്രയോ ഇന്റർവ്യൂ നാട്ടിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റർലി ഡിഫറെന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെയുള്ള ഇന്റർവ്യൂ പോലെയല്ല. മാം അതിനു മുമ്പ് കോഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. ഞാൻ 2-3 ദിവസം ഇരുന്നിട്ടാണ് ആ ഡെമോ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്റെ നോട്ട് തന്നെ ഉണ്ട്. കാരണം മാം പറഞ്ഞിരുന്നു അതിന് മുൻപേ ചെയ്ത ആളുകളുടെ ഇന്റർവ്യൂ നിങ്ങൾ LMSൽ പോയിട്ട് വാച്ച് ചെയ്യണം. ഞാൻ അതൊക്കെ വാച്ച് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിസ് റൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മാമിന്റെ ഇന്റർവ്യൂ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ ഡോക്ടർ അദീബ. ഓക്കെ, അത് ക്ലാസ്സസ് ഞാൻ കണ്ട ശേഷം എന്താ രസം എന്ന് വെച്ചാൽ, പിറ്റേന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ടോണൊക്കെ വന്നു. ഡോക്ടർ അദീബയുടെ ടോണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു. അതുപോലെ ഇപ്പൊ പൈക്ക മാമിന്റെ ക്ലാസ് ഞാൻ കാണുന്നുണ്ട്. സത്യം പറയട്ടെ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. പൈക്ക മാമിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം ഡോക്ടർ അദീബയുടെ ഇന്റർവ്യൂ കണ്ട ശേഷം എന്റെ ക്ലാസ്സിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഞാൻ കാലിക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു പ്രൈവറ്റ് കോളേജിലാണ്. പ്ലസ് ഞാൻ വേറെ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്സിൽ ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്സിൽ 6 കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ പഠിപ്പിക്കാറുള്ളൂ. സിലബസ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ഇവർക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കല. എനിക്ക് ഫൈക്ക മാമിന്റെ ആ ഒരു ടോണ്, പ്രൊനൗൺസിയേഷന്, ആക്സെന്റ് ഒക്കെ എനിക്കിപ്പോ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ അറിയാണ്ട് ക്ലാസ്സിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ലോജിസ്റ്റിക്സില് അവർക്ക് CV പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട്. ശരിക്കും അവര് 1 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് അവര് ലോജിസ്റ്റിക്സ് ജോബിലേക്ക് പോവാണ്. എനിക്ക് മിറ മാമിന്റെ ആ CV പ്രിപ്പറേഷൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമെയിൽ അയക്കേണ്ട എങ്ങനെ, ശരിക്കും ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് കുട്ടികളുടെ മുൻപിൽ നിൽക്കുക. കാരണം തലേന്ന് രാത്രി ക്ലാസ് കാണുന്നു, ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നു കുട്ടികളുടെ മുമ്പിൽ. അപ്പൊ എനിക്കെന്നെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. എനിക്കിതൊക്കെ അറിയാലോ എന്നുള്ള. ഇത്രയും കാലം പുസ്തകത്തിലൂടെ സിലബസിലൂടെ പോയിട്ട് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ HBIT കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഞാൻ തീർത്തെന്ന് പറയാം. പിന്നെ AI ടൂൾസും അറിയാത്ത ഒരുപാട് ടൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ എനിക്ക് മാസ്റ്ററേജ് എടുക്കാം. എന്റെ ഡ്രീം എന്ന് വെച്ചാല് എനിക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ കയറണം. അത് കഴിഞ്ഞ് കോളേജിലേക്ക് അത് ഭയങ്കര, ഞാൻ കോളേജിൽ പറയാൻ പഠിക്കുന്നത് ഭയങ്കര അഹങ്കാരമായി പോകുന്നുള്ളത് കൊണ്ടാണ്. എന്നാലും ഡ്രീം ആയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോ ബ്രിട്ടീഷ് അമേരിക്കയിലേക്ക് A-level ടീച്ചർ ആവാനാണ് എന്റെ ആഗ്രഹം. അതിന് എനിക്ക് മാസ്റ്ററേജ് എടുക്കണം. ഞാൻ എന്റെ മന്ത്ലി സാലറി ഒക്കെ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് ഞാൻ പിന്നെ മാസ്റ്ററേജിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ IGCSEന്റെ ക്ലാസ്സസ് കഴിഞ്ഞപ്പോ A-level നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലൊക്കെ അപ്ലിക്കേഷൻസ് ഇങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ 1-2 കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതിനിടയിലാണ് ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച്, അത് എൻ്റെ ഒരു കൊളീഗ്, അവന് അവിടെ ജോബ് കിട്ടി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു തവണ മീറ്റ് ചെയ്ത സമയത്ത്. പിന്നെ എന്റെ സ്റ്റുഡന്റ് അവന് PSC കിട്ടി, HS ഹൈസ്കൂൾ അധ്യാപകനായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു. മാമിന്റെ ആ ഡിഗ്രിയിലെ നോട്ട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് PSC പഠിച്ചത്. എനിക്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ കാണാൻ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് എന്നോട് അവൻ പറഞ്ഞു അവന്റെ ഒരു ഫ്രണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ ജോബ് കിട്ടി, മാമിന് പോയിക്കൂടെ അങ്ങോട്ടൊക്കെ, എന്തിനാ അവിടെ ഇങ്ങനെ പ്രൈവറ്റിലൊക്കെ നടക്കുന്നത്. അപ്പൊ എനിക്കും തോന്നി ഉസ്ബെക്കിസ്ഥാന്. നമ്മൾ എപ്പോഴെങ്കിലും അവർ വിളിക്കുകയാണെങ്കിൽ പറയണം. അങ്ങനെ എനിക്ക് ലിങ്ക് അയച്ചു തന്നത്, ഇതിൽ ആരും ഒരാളെ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് മുഖാന്തരം ഞാൻ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ വന്നു. ഇന്റർവ്യൂ നമുക്ക് സ്ലോട്ട് തന്നു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു. ഞാൻ മാർച്ചിലാണ് സ്ലോട്ട് സെലക്ട് ചെയ്തത്. അങ്ങനെ ആ സ്ലോട്ട് ആദ്യം ചെയ്തത് ക്യാൻസൽ ആയി, രണ്ടാമത്തേത് അങ്ങനെ കിട്ടി. ഇന്റർവ്യൂ മിനിസ്ട്രിന്ന് നേരിട്ടായിരുന്നു. ഇത് അവിടുത്തെ മിനിസ്ട്രി നേരിട്ട് അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ ഫോറിൻ ടീച്ചേഴ്സ് ആയിട്ട് ഹയർ ചെയ്യാണ്. അവിടുത്തെ കുട്ടികളുടെ ഒരു എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഫോറിൻ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യാണ്. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നല്ല ഒരു എന്താ പറയാ ചാൻസ് ആണത്. അങ്ങനെയാണ് മിനിസ്ട്രിന്ന് നേരിട്ട് ഒരു ഡോക്ടർ ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു എന്നെ ഇന്റർവ്യൂ ചെയ്തത്. ഞാൻ പറയട്ടെ, ഓൺലൈൻ ഇന്റർവ്യൂവിന് എനിക്ക് എല്ലാവിധ ക്ലാസ്സും കിട്ടിയത് എനിക്ക് HBIT നിന്നാണ്. അതിനു വേണ്ടി തന്നെ ഞാൻ 20 മിനിറ്റ് മുൻപേ ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ച് എന്റെ ഡ്രസ്സിംഗ് ഒക്കെ, ഞാൻ സാധാരണ ഡ്രസ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ആ ഇന്റർവ്യൂവിന് ഞാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ഡ്രസ് ചെയ്തു. അത്യാവശ്യം നമ്മൾ നല്ല പ്ലസന്റ് ആയിട്ട് തന്നെ ഞാൻ ഇരുന്ന്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഒരു ഔട്ട്ലുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ എല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എനിക്ക് മെജൂസ് പാർക്കിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് തന്നെ 85%. അതിൽ 1-2 മാത്രമാണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ വളരെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ മുൻപ് നിൽക്കുമ്പോൾ അവർക്ക് എന്നെ ഒരു പേടിയുണ്ടോ തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു. കാരണം പലപ്പോഴും അവർക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ, കാരണം ഞാൻ അത്രയും എന്താ പറയുക കോൺഫിഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അത്രയും പ്രൗഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഭയങ്കര തികഞ്ഞ ആളെന്നുള്ള രീതിയിൽ. അപ്പോ എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. അപ്പോ അങ്ങനെ കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു. 20 മിനിറ്റ് എന്നോട് പറഞ്ഞത് 10 മിനിറ്റ്സ്, എനിക്ക് തന്ന 10 മിനിറ്റ്സ്, പക്ഷെ എനിക്ക് 20 മിനിറ്റ്സ് അവർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു, കിട്ടുന്ന തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ അറിയിക്കാന്ന് പറഞ്ഞ് മെയിൽ വരും. പക്ഷെ 24 hours ആയപ്പോത്തിന് അവര് എനിക്ക് പ്ലേസ്മെന്റ് ഓർഡർ തന്ന്, ഓഫർ ലെറ്റർ തന്ന്. അപ്പോൾ നമുക്ക് നാട്ടിലെ 1 lakhന്റെ മേലൊക്കെ സാലറി ഉണ്ട്, ഡോളറിലാണ് അവർ തരുന്നത്. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും വിസ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ വിസ നമ്പർ നമുക്ക് അയച്ചു തന്ന്, ടെലക്സ് നമ്പർ തന്നു. അപ്പോൾ വിസ സ്റ്റാമ്പിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന നെക്സ്റ്റ് വീക്കിൽ ഞാൻ എന്തായാലും പോവാണ്. അപ്പോ പോകാൻ കൂടെ ആളും ഉണ്ട്. നമ്മൾ അറിയായിരിക്കും ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, അതെവിടെയാ അതെങ്ങനെയാ. പക്ഷെ പറയട്ടെ, നമ്മൾ അതിനോട് അടുത്ത് ചെല്ലുമ്പോഴാണ് ഒരുപാട് പേരുണ്ട് നമുക്ക്. ഇപ്പൊ എന്റെ കൊളീഗ് ഉണ്ട്, അവന്റെ പിന്നെ നീബർ ഉണ്ട്, അങ്ങനെ ഒരുപാട് മലയാളികൾ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ, ഞാൻ ലേഡിയാണ്, നമുക്ക് ഒറ്റക്ക് പോകാൻ കഴിയോ, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ അതിനോട് അടുക്കുമ്പോ, ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് മെജസ് പാർക്കിൽ എത്താൻ പറ്റുന്നു. ഞാൻ 2 കോഴ്സ് എടുക്കുന്നു, ഞാൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് പല കാര്യങ്ങളും പഠിക്കുന്നു. ഫസ്റ്റ് ആണ് എന്റെ ഇന്റർനാഷണൽ ഫസ്റ്റ് ഇന്റർവ്യൂ ആണത്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ എവിടെയും പോയിട്ടില്ല, GCC കൺട്രിയിലോ ഒന്നും വിസിറ്റിംഗ് ഒന്നും പോവാണ്ട് നാട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട്, അതും മിനിസ്റ്ററിന് നേരിട്ട്, അതെനിക്ക് ഭയങ്കര സന്തോഷത്തോട് പറയാൻ പറ്റും. ഒരു ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെന്റ് നേരിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ, അതും വിത്തിൻ 24 hours എനിക്ക് എന്റെ ആൻസർ കിട്ടുമ്പോൾ, അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചെയ്തതും എനിക്ക് മെജസ് പാർക്ക് തന്നതും അതിന്റെ റിസൾട്ട്. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ്. അതിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ അവർ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഈ ഒരു മൊമെന്റിലാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന്, വിത്തിൻ 2 months ഞാൻ വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു മൊമെന്റിലാണ്. ഞാൻ സന്തോഷത്തോടുകൂടി പോകാനിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ ഉണ്ട്, അപ്പാർട്ട്മെന്റ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുൾ ഫേർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. അങ്ങനെയൊക്കെയാണ് അവിടെ ചെന്ന് വർക്ക് ചെയ്ത് എന്റെ കൊളീഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ്. ഇൻഷാ അള്ളാ അവിടെ പോയിട്ട് നല്ലതാട്ടെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ട എല്ലാ ഞാൻ പറയാം, പഠിച്ചവരുടെ എന്താ പറയാ, ആ ഒരു മൊമെന്റിൽ നമുക്ക് അള്ള ഓരോന്ന് തരുന്നതാണ്. നമുക്ക് അതിലൊന്നും പറയാൻ, എന്റെ ഒരു വിശ്വാസം അത് ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നു.
നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും, വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും വരില്ല. അപ്പോഴാണ് മേജർ സ്പാർക്കിന്റെ മുൻപിലേക്ക് വരുന്നത്. മുനിറ മാമിനെ പോലുള്ള ഒരാളെ എനിക്ക് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സഫ, സോ പ്രൗഡ് ഓഫ് യു. ഇത്രയും സഫയെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കേൾക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്, ഒരുപാട് എന്താണ് നന്നായിട്ട് നാട്ടിൽ ചെയ്തിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ പുറത്തേക്ക് നോക്കി ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ കിട്ടി എന്ന് പറയുമ്പോൾ സഫ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല എക്സ്പേർട്ടും കൂടെയാണ്. അത് നന്നായിട്ട് അതിന് വേറെ ഹാർഡ് വർക്ക് വേറെ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്. മാം നമ്മുടെ CV റിവ്യൂ ചെയ്ത സമയത്ത്, എന്റെ CV റിവ്യൂ ചെയ്യുന്ന സമയത്ത് മാം നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഫ ഇവിടെ നിന്ന് ഇരിക്കേണ്ട ഒരാളല്ല, വേഗം മാസ്റ്ററേജ് ചെയ്യ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നാട്ടിലിരുന്ന എന്താ ചെയ്യുക, നിങ്ങളൊക്കെ പുറത്തേക്ക് വരണ്ടേ. ആ ഒരു മോട്ടിവേഷൻ ഭയങ്കരമായിരുന്നു. അപ്പൊ എനിക്കെന്നെ തോന്നി ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളത്. ആണ് അപ്പൊ അത്. കാരണം ആ CV കാണുമ്പോ അതിൽ നിങ്ങൾ ആ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവൂല്ലോ നിങ്ങളുടെ ഡാറ്റ. ആ ഡാറ്റ നോക്കുമ്പോഴാണ് നമ്മളിപ്പോ ഇത്രയും വർഷമാകുമ്പോ നമുക്ക് അറിയാലോ. ഒരു കാര്യം സഫ, ഇനിയിപ്പോ സഫ ഉസ്ബെക്കിസ്ഥാനിൽ പോവാണെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി, സഫക്കും വ്യൂവേഴ്സിനും വേണ്ടി പറയുന്ന കാര്യമാണ്, നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ കാണുക. നമ്മൾക്കൊക്കെ ഡിഗ്രി നെറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഇന്റർനാഷണൽ എൻവയോൺമെന്റ് അറിയാത്ത പ്രശ്നമുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ സഫയായിരിക്കും ക്വാളിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ. അങ്ങനെയാണ്, നമ്മൾ വെറും ഡിഗ്രി ഉള്ളവർ അത്യാവശ്യം സാലറി വാങ്ങാറുണ്ട്. അപ്പോ ഇനി എനിക്ക് സഫയുടെ അടുത്ത് കുറച്ച് കാര്യം ചോദിക്കാണ്ട്. BEd ഉണ്ടാവുമല്ലോ അല്ലെ നാട്ടില്? അത്യാവശ്യം ഒരുപാട് ബിഎഡ് ഉണ്ട്. ബിഎഡ് ഞാൻ ലാസ്റ്റ് മൊമെന്റിലെടുത്ത്. പിന്നെ എന്താ, ഇപ്പൊ വിസ കിട്ടി, അക്കോമഡേഷൻ അവർ ഫ്രീ ആയിട്ട് തരും. അക്കോമഡേഷനും അത് വിസ ടിക്കറ്റ് നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ എടുത്തിട്ട് പോവാ. ആ ടിക്കറ്റിന്റെ ക്യാഷ് അവർ തരും. ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിസ സ്റ്റാമ്പിങ്ങിന്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ റിസിപ്റ്റ് കൊടുത്താൽ ഫസ്റ്റ് സാലറിന്റെ കൂടെ അവർ റീഇംബേഴ്സ് ചെയ്തു തരും. അപ്പൊ വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ അവര് വിസയും കാര്യം സെൻഡ് ചെയ്താൽ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നു, വിസ സ്റ്റാമ്പ് ചെയ്യുന്നു, അവിടെ പോയാൽ അവർ നമുക്ക് തിരിച്ചു തരും. ആ ക്യാഷ് നമുക്ക് തിരിച്ചു തരും. അതുപോലെ തന്നെ അത് ഉസ്ബെക്കിസ്ഥാനിലെ സിലബസ് ആണോ അതോ ബ്രിട്ടീഷ് ഓർ അമേരിക്കന് വേറെ സിലബസ് ആണോ? ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയുള്ള സിലബസ്? ഉസ്ബെക്കിസ്ഥാന്റെ ആണ്. ഉസ്ബെക്കിസ്ഥാൻ മിനിസ്ട്രി ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ സിലബസിലാണ് മൂവ് ചെയ്യുന്നത്. അവർക്ക് വർക്ക് ഷീറ്റ്സും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതൊക്കെ അവിടെ സിലബസ് ഒക്കെ അവർക്കുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് അവരെ മീൻസ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ് അവരുള്ള അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ ടീച്ച് ചെയ്യേണ്ടത്. മെത്തേഡ് ഡിഫറെന്റ് ആണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. പുറത്ത് ഇപ്പൊ പൈക്ക മാമൊക്കെ നമുക്ക് തന്ന ക്ലാസിന്റെ വേറൊരു വേർഷൻ ആയിട്ട് തന്നെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഇന്റർനാഷണൽ ടീച്ചിങ് മെത്തേഡ്, ഇന്റർനാഷണൽ ടീച്ചർ ആയിട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു കേട്ടത് നമ്മൾ ലോക്കൽ ടീച്ചേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ടീച്ചേഴ്സിന്റെ കൂടെ. അത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നത് ലോക്കൽ ടീച്ചേഴ്സിന്റെ കൂടെയാണ്. അപ്പൊ നമുക്ക് അവരുടെ മുൻപിൽ ഭയങ്കര ഒരു വില, അവിടെ ചെന്ന ആൾക്കാർക്ക് അത് പറയുന്നത് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ആയിട്ടാണ് അവരുടെ ഇന്റർനാഷണൽ ടീച്ചറാന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ആളുകളാണ്, നല്ല കൾച്ചറാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഒന്നും ഇനി പേടിക്കാനൊന്നും. പോയിട്ട് നമുക്ക് ഒരു ഇതും കൂടെ തരണം കേട്ടോ. അപ്പൊ ഇപ്പൊ ഹസ്ബൻഡും മോളൊന്നും ഇപ്പൊ കൊണ്ടുപോകുന്നില്ല, പിന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോ ഒരു പ്രൊബേഷൻ പീരീഡ് വരും, എന്തായാലും ഒരു 2 months പ്രൊബേഷൻ പീരീഡ് വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരെ റിന്യൂ ചെയ്തു തരും. ആ സമയത്ത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ എനിക്ക് ചോദിക്കാണ്ട്. ഈ ഡെമോ നടത്തിയല്ലോ, ഇന്റർവ്യൂ 20 minutes ആയിരുന്നു. ഡെമോയും ഇന്റർവ്യൂ സെയിം ഡേ ആയിരുന്നോ അതോ അല്ല, നെക്സ്റ്റ് ഡേ? ഡെമോ അവർ ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ 20 minutes. ഡെമോ ഇന്റർവ്യൂലെല്ലാം ചെയ്തിട്ടില്ല. ഇൻക്ലൂഡഡ് ആയിരുന്നു, ഡെമോ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഡെമോ എടുപ്പിച്ചിട്ടില്ല. ഡെമോ എടുപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് പിന്നെ ലാംഗ്വേജ് കാര്യം ചോദിക്കണം, നമ്മൾ സബ്ജക്ട് അവര് മെയിൻ ആയിട്ട് ടീച്ചേഴ്സിന് നമ്മുടെ ആക്സെന്റ് ആണ് നോക്കുന്നത്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമാണ്. ഇന്റർനാഷണൽ സബ്ജക്ട് ലെവലിൽ നമ്മുടെ നോളജിലേക്കൊന്നും അവർ സംസാരം. പോയിട്ടില്ല. ഇല്ല, സബ്ജക്ട് നോളജ് ഒന്നും നോക്കിയിട്ടില്ല. നമ്മൾ H-8 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ടീച്ചിങ് മെത്തേഡ്സ്, ആ ഒരു കാര്യങ്ങള് എങ്ങനെയാണ് മാനേജ്മെന്റ്, ക്ലാസ് റൂം മാനേജ്മെന്റ്, ഇതാണ് അവർ ചോദിച്ചത്. പക്ഷെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ആക്സെന്റ് കുഴപ്പമില്ലാത്തതാണോ, അതാണ് അവർ മെയിൻ ആയിട്ട്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ ആകുമ്പോൾ ഒന്നും കൂടെ നോക്കും, ഇന്റർനാഷണലി അല്ലേ പഠിപ്പിക്കുന്നതും. ഓക്കെ സഫ, താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, സഫ ടീച്ചറെ പോലെ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കാതെ, ഇപ്പൊ നാട്ടിൽ നല്ല ജോബ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ കേരളത്തിന്റെ പുറത്ത് ഇന്ത്യക്കകത്തും നിങ്ങൾക്ക് നോക്കാം. അതില്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ സഫ ഇവിടെ ദുബൈയിലോ ഖത്തറിലോ ഇവിടെയൊന്നും അല്ല, ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് സഫ എത്തിയത്. അത് നല്ല സാലറി ആണ് കേട്ടോ, ഡോളറ്. അവർ നല്ല പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല നല്ല പാക്കേജ്, പാക്കേജ് അറൌണ്ട് 2 നമുക്ക് lakhs എനിക്ക് അറിയാത്തോണ്ടാണ്. വേണമെങ്കിൽ പറയാം, കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ.
അപ്പോ ഡോളറിലാണ് സാലറിയും കിട്ടുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പ്രത്യേകിച്ച് നിങ്ങളോടാ പറയാനുള്ളത്, വേഗം നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ലിങ്ക്ഡിൻ ഒക്കെ നന്നായിട്ട് നോക്കുക. നമുക്ക് വേറൊരു ടീച്ചറും കൂടെ ഉസ്ബെക്കിസ്ഥാനിലെ ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക്ഡിനിലും ആപ്ലിക്കേഷന് അവരുടെയൊക്കെ വേക്കൻസി വരുന്നുണ്ട്, മറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക. സഫ തന്നിട്ടുള്ള പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ സഫ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. Okay, ma'am. Thank you. Thank you so much.